ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. മൺചട്ടിയിലാണ്. അതിനകത്തൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ജീരകം, നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് ഒരു 2 കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു ഇത്രയിട്ട്, പിന്നെ ഒരു 4 ഉലുവ ഒന്ന് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കണവയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അധികം ഗ്യാസ് പ്രശ്നമാവണ്ട, വയറിന് പ്രശ്നമാവണ്ട എന്ന് വിചാരിച്ചാണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഞാനൊരു 3 വലുതാണെങ്കിൽ 2 മതി, ചെറുതാണെങ്കിൽ ഒരു 3 സവാള ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും അരിയാം. അത്യാവശ്യം ചെറുതായിട്ട് അരിയുന്നതാണ് റോസ്റ്റിനൊക്കെ നല്ലത്. അതൊന്ന് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. നമ്മുടെ സവാള നല്ല വഴണ്ട് വരണം കേട്ടോ. നല്ല ബ്രൗൺ കളറാവണം, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണം. അതുവരെ നല്ലപോലെ ഒരു ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഒരു 10-15 അതിന് ഇടയിലുള്ള എൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്യാവശ്യം വലിയ ഒരു കൊച്ചുള്ളിയായിരുന്നു കേട്ടോ. ഒരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 15 എണ്ണം. അതെടുത്ത് ഒരു നീളത്തിന് ഞാൻ കട്ട് ചെയ്തിട്ട് കനം കുറച്ച് കട്ട് ചെയ്ത് അതും കൂടെ നല്ലപോലെ വഴണ്ട് വന്ന സവാളയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൊച്ചുള്ളി നമുക്ക് വെന്ത് വരാൻ വലിയ സമയമില്ലല്ലോ. അപ്പോൾ അതൊന്ന് നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു അത്യാവശ്യം ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള നല്ല വലിയ ഒരു ഇഞ്ചിയും ഒരു 10-15 വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. നമുക്ക് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം നമുക്ക് മാറിക്കിട്ടണം. അപ്പം നല്ലപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ്. അപ്പം കൈയെടുക്കാതെ ഇളക്കുവാണെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് വെക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഒരു 3 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കറി മസാല, അത് കഴിഞ്ഞ് ഞാനൊരു വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ എരിവ് വേണ്ട അതനുസരിച്ച് മുളക് പൊടിയും മാറ്റി ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ചും കൂടെ കളർ വേണം, അപ്പോൾ അതിനും കൂടെ ചേർത്താണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തത്. അപ്പം അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേനും ഞാനൊരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് തക്കാളി നല്ലപോലെ വഴണ്ട് വരണം. വെള്ളമൊന്നും ഒഴിക്കണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു 5 മിനിറ്റോ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ നമുക്ക് തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ തക്കാളി നല്ലപോലെ വഴണ്ട് വരണം, നല്ല വെന്ത് വരണം. അപ്പം മസാലയൊക്കെ പിടിച്ച് തക്കാളിയും നമ്മുടെ മസാലയും എല്ലാം റെഡിയായിട്ട് വരണം. ആ ഒരു സമയത്ത് നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ അല്ലെങ്കിൽ കണവ ഇട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം ഇതൊരു 1 കിലോ അടുപ്പിച്ച്, 1 കിലോ കംപ്ലീറ്റ് ആയിട്ടില്ല, അടുപ്പിച്ച് വരെയുള്ളൂ കേട്ടോ. ഇത് ഞാൻ തലയും എല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തല കളയാൻ പറ്റില്ലല്ലോ, തലയ്ക്ക് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തലയും വാലും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ചേർക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ അതിനകത്തോട്ടൊന്നും ഇതുവരെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഇനിയാണ് ഞാൻ ഉപ്പിടാൻ പോകുന്നത് കേട്ടോ. അപ്പം കണവ നല്ലപോലെ അതിനകത്തോട്ട് ആ മസാലയിലോട്ടൊക്കെ ഒന്ന് പിടിച്ച് നല്ലപോലെ റെഡിയാക്കി സെറ്റാക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇനിയാണ് ഉപ്പിടാൻ പോകുന്നത് കേട്ടോ. അപ്പം സാധാരണ ചിലവർ കണവ നമ്മൾ ഉപ്പിട്ട് ഓൾറെഡി വേവിച്ച് ഇങ്ങനെ റോസ്റ്റ് ആക്കുന്നവരുണ്ട്. ഇത് ഞാൻ വേവിക്കാതെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം. ആ വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. അത് നമ്മുടെ കണവയിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കണവ ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ്, കാരണം വെള്ളം ഇറങ്ങി വരണമല്ലോ. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിലിടുക. ആ സമയം കൊണ്ട് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി, കണവയിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി കേട്ടോ. അതെല്ലാം ഇറങ്ങി
ഈ ഒരു പരുവായി. അപ്പോൾ നമുക്കിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ കണവ സെപ്പറേറ്റ്, മസാല സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വറ്റണം. നമ്മളൊരു റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നതെങ്കിലും കുറച്ചൊരു ഗ്രേവി വേണം. ഇപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ആയാലും കഴിക്കാനായിട്ട് കുറച്ച് ഗ്രേവി വേണമല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്ത കറക്റ്റ് പരുവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഗ്രേവി കുറയ്ക്കാനാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ഞാൻ തുറന്നിട്ട്, ഓൾറെഡി നമ്മുടെ കണവ വെന്ത് കഴിഞ്ഞു കേട്ടോ, പെട്ടെന്ന് വേവുമല്ലോ. ഒരു 10-15 മിനിറ്റ് വേണമെങ്കിൽ ഒന്നും കൂടെ അടച്ച് വയ്ക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് തുറന്നിട്ട് വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളക്, നമുക്ക് കുരുമുളക് റോസ്റ്റിൽ നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് കുരുമുളകാണല്ലോ. അപ്പോൾ അത് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ഇട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഇത് നമുക്ക് ഇത്രയും ഗ്രേവി മതിയെങ്കിൽ അടച്ച് വയ്ക്കാം. എനിക്കിപ്പോൾ ഇത്രയും മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടച്ച് വയ്ക്കുവാണ്. അടച്ച് വെച്ച് ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വെച്ച് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ. ഇപ്പം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഞാൻ കണ്ടിട്ടുള്ളത് നെയ്യിൽ വറുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ നെയ്യിൽ വറുത്തിട്ട് വലിയ ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മുടെ തേങ്ങാക്കൊത്ത്, ഒരു അരമുറി തേങ്ങ, അരമുറി ഇല്ല, ഒരു തേങ്ങയുടെ ഹാഫ് അത്ര എടുത്തിട്ടുള്ളൂ. ഒരുപാട് തേങ്ങ എടുക്കുന്നില്ല. അപ്പം ആ ഒരു തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. അറിയാമല്ലോ നമ്മൾ തേങ്ങാക്കൊത്ത് വറുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കൊച്ചുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത് കൊച്ചുള്ളി ഇടുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ, ബാക്കി ഇടുന്നത് ഇതിൽ റെക്കോർഡായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കൊച്ചുള്ളി, ഒരു 2-3 കൊച്ചുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ വറ്റൽമുളക്, ഇത് ഇത്രയും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ കണവയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഈ കണവയ്ക്കകത്തോട്ടിരുന്ന് ഇതെല്ലാം നല്ലപോലെ ഇളക്കി റെഡിയായി നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കണവ റോസ്റ്റാണ്. എന്തോ പെട്ടെന്ന് എല്ലാം തെറ്റിപ്പോകുന്ന പോലെ. അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോഴേ കാണുമ്പോഴേ നല്ല ടേസ്റ്റ്, വായിൽ വെള്ളം വരുന്നു. അപ്പം ഇളക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഇനി ഇത് നമുക്ക് നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി പിന്നെ പൊറോട്ട, അതിനൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.